CPM കോന്നി ഏരിയ അംഗത്തെ പോലീസ് മർദ്ദിച്ചുവെന്ന് പരാതി. കോന്നി പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരനൊപ്പം എത്തിയ ടി രാജേഷ് കുമാറിന് മർദ്ദനമേറ്റു എന്നാണ് ആരോപണം. രാജേഷ് കോന്നി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മോടെ ഒരു പരാതിയും കൊണ്ട് വന്നായിരുന്നു. പരാതി കൊണ്ട് വന്ന SI സാറിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജേഷിനെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോയത്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാജേഷിൻ്റെ ഉടുപ്പിൻ്റെ ഇവിടെ എല്ലാം ചുരുങ്ങിയിട്ടുമുണ്ട്. രാജേഷ് കൈ തട്ടി ഇങ്ങനെ വെച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ബഹളം വെച്ചാണ് ഇറങ്ങി വരുന്നത്. ഏരിയ സെക്രട്ടറി എൻ്റെ CPM ഒരു ഏരിയ സെക്രട്ടറി എൻ്റെ നേരെ ഒരു പോലീസുകാരെ കൈവെക്കാൻ പറഞ്ഞാൽ അവിടെ ശബ്ദത്തിൽ സംസാരിച്ചുകൊണ്ടാണ് വെളി വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ കണ്ടുപിടിക്കുകയാണ്. പുള്ളിക്കാരൻ വിളിച്ചുകൊണ്ട് പോകുന്നതും ഞാൻ കണ്ടത്. നമ്മളൊരു സഹായത്തിന് വിളിച്ചോണ്ട് വന്നാലേ കൂടെ. അത് ഞങ്ങളെല്ലാം കൊച്ചിലെ പോലെ ഞങ്ങളെല്ലാം വളർന്ന വളർന്ന ഒരു പയ്യനായി രാജേഷ്. ഞാനതിന് രാജേഷിനെയും കൂട്ടിക്കൊണ്ട് വന്നതാ. രാജേഷ് എഴുതിക്കൊണ്ടിരിക്കുക പറഞ്ഞല്ലേ എഴുതി കൊടുത്തത്. അങ്ങനെ SI സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം. മദ്യപിച്ചാണോ? ഞങ്ങൾ വരുമ്പോഴേ റോഡിൽ നിൽക്കുന്നത്. അപ്പോഴേ പോലീസുകാരൻ വെള്ളമോ. നന്ദുഷ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. നന്ദുഷ, ഈ ടി രാജേഷ് കുമാർ എന്തിനായിരുന്നു പോലീസ് സ്റ്റേഷനിലെത്തിയത്? എന്തിന് പോലീസുകാർ ഇയാളെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്? പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണമുണ്ടോ? അമൃത, ഇന്ന് രാത്രിയോടെ ആയിരുന്നു സംഭവം. കോന്നിയിലെ ഒരു പ്രാദേശിക വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയുമായി സ്റ്റേഷനിലേക്ക് എത്തിയതായിരുന്നു ടി രാജേഷ് കുമാർ. ആ പരാതിക്കാരിയുമായി പോലീസ് ഉദ്യോഗസ്ഥർ വിഷയം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പുറത്തുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ രാജേഷിനെ സ്റ്റേഷനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും സ്റ്റേഷനുള്ളിൽ വെച്ച് മർദ്ദിക്കുകയുമായിരുന്നു. മുഖത്ത് അടിയേറ്റു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതിനുശേഷം രാജേഷ് ഫോൺ ചെയ്തുകൊണ്ട് സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. അപ്പോൾ തന്നെ രാജേഷ് പറയുന്നുണ്ടായിരുന്നു, CPM ഏരിയ കമ്മിറ്റി അംഗത്തെ സ്റ്റേഷനുള്ളിൽ വെച്ചാണ് നിങ്ങൾ മർദ്ദിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ രാജേഷ് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഏതായാലും പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് രാജേഷിന് മർദ്ദനമേറ്റു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പരാതിക്കാരി, അതായത് രാജേഷിനോടൊപ്പം ഉണ്ടായിരുന്ന പരാതി നൽകാനെത്തിയ സ്ത്രീ ഉൾപ്പെടെ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ കോന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയിട്ടുണ്ട് രാജേഷ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം DGPക്കും അതിനൊപ്പം പാർട്ടിയുടെ ഒരു സംവിധാനത്തിലും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് രാജേഷും അതോടൊപ്പം CPMന്റെ കോന്നി ഏരിയ കമ്മിറ്റിയും. എന്തിനാണ് രാജേഷിനെ മർദ്ദിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തത വരാനുണ്ട്. ഈ പോലീസുകാരെ മദ്യപിച്ചിരുന്നതായും ഈ പരാതി നൽകാനെത്തിയ സ്ത്രീയും ഒപ്പം ഉണ്ടായിരുന്ന ആളും പറയുന്നുണ്ട് അമൃത. അങ്ങനെയെങ്കിൽ നാളെയും ഒക്കെ ആയിട്ട് CPM കോന്നി ഏരിയ നേതൃത്വത്തിലെ ഒരു അവിടുത്തെ യുവജന സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉൾപ്പെടെ സംഘടിപ്പിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അമൃത. ശരി, നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.